നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൽ ആദ്യം മെനു എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് വരും. വാട്സപ്പിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർഫേസ് വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് തുറന്നു വരും. അപ്പോൾ നമ്മൾ ആ ഇൻ്റർഫേസിൽ നമ്മൾ മുകളിൽ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് കാണിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനലുകൾ കാണിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനലാണ് ഇലക്ട്രീഷ്യൻ ബ്രോ തിരൂർ ഗഡീസ് തിരൂർ ചർച്ച്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചാനലിൻ്റെ നേരെയുള്ള ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഡയലോഗ് ബോക്സിൽ ക്രിയേറ്റ് ചാനൽ ഫൈൻഡ് ചാനൽസ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചാനൽ കൊടുത്താൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വേറെ തുറന്നു വരും. ക്രിയേറ്റ് ചാനൽ ടു റീച്ച് അൺലിമിറ്റഡ് ഫോളോവേഴ്സ്. നമുക്ക് എത്ര ഫോളോവേഴ്സിന് വേണമെങ്കിൽ ഈ ചാനലിൽ ഉൾപ്പെടുത്താമെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് എനിവൺ ക്യാൻ ഡിസ്കവർ യുവർ ചാനൽ. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ചാനൽസ് ആർ പബ്ലിക്, 13 days ഹിസ്റ്ററിയൊക്കെയാണ് ഇതിൽ, 30 ദിവസത്തെ ഹിസ്റ്ററിയാണ് ഈ ചാനലിൽ കാണാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ചാനൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, യുവർ മൊബൈൽ നമ്പർ, പബ്ലിക് പ്രൊഫൈൽ ഫോട്ടോ, അതുപോലെ തന്നെ നെയിംസ്, അതിനൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചാനൽ കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ നമുക്ക് അടുത്ത് കാണിക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗ് ബോക്സിൽ വരുന്നതാണ്. നമ്മൾ ഇമേജ് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ചാനൽ നെയിം കൊടുക്കാം. നമ്മൾ ഫോളോവേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ, അതായത് അവരെ ചാനലിലേക്ക് കൊണ്ടുവരാവുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമ്മളൊരു പേജ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുതിയൊരു ഡയലോഗ് ബോക്സ് തുറന്നു വന്നിട്ടുണ്ട്. ആ ഡയലോഗ് ബോക്സിൽ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കണം, ചാനലിൻ്റെ പേര് കൊടുക്കണം, നമ്മുടെ ഫോളോവേഴ്സിനെ കൂടുതലായിട്ട് നമ്മുടെ ചാനലിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഫീച്ചറും. അപ്പോൾ നമ്മൾ ഇമേജിന് കൊടുക്കുമ്പോൾ നമുക്ക് അടിയിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് ഐക്കൺസ് കൊടുക്കാനായിട്ടുള്ള ചാനൽ ഐക്കൺസ് വരുന്നുണ്ട്. ക്യാമറ വെച്ച് നമുക്ക് വേണമെങ്കിൽ ലൈവ് ഫോട്ടോ എടുത്ത് കൊടുക്കാം, അല്ല ഗാലറിയിൽ നിന്ന് നമുക്ക് എടുത്ത് വയ്ക്കാം. വെബിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഫോട്ടോ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മുടെ ഒരു ഗാലറിയുടെ ഒരു ഇൻ്റർഫേസ് വരും. ഗാലറിയുടെ ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള ഏതാണോ ഫോട്ടോ അത് നമുക്ക് വേണമെങ്കിൽ തിരയാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറി ബൈജറിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേര് കൊടുക്കാനായിട്ട് പറ്റും. ആ പേരാണ് STO, സ്റ്റോറി ബൈ ജെറി. ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് വേഗം വന്നു. ഇതിലിപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് സ്റ്റോറി നമ്മുടെ പേര് തന്നെ, നമ്മൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഒഫീഷ്യലിന് കൊടുക്കുന്നു. ഇപ്പോൾ ഒഫീഷ്യലിൻ്റെ കാലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒഫീഷ്യൽ കൊടുത്തു. പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ്, നമ്മുടെ ചാനൽ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്നു. നമുക്ക് ഫോളോവേഴ്സ് ഒന്നും ഇല്ല, കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഫോളോവേഴ്സ് ഇല്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൈവറ്റ് യുവർ മൊബൈൽ നമ്പർ പറഞ്ഞിട്ടൊക്കെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അഡ്മിൻ ക്യാൻ സീ യുവർ പ്രൊഫൈൽ. അപ്പോൾ ഇതിൽ അഡ്മിനെ മാറ്റാനായിട്ടുള്ള ഫീച്ചർ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും ഇതിൻ്റെ അഡ്മിൻ. കൂടുതൽ അഡ്മിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ അഡ്മിനെ മാറ്റി കൊടുക്കാനോ ഉള്ള ഫീച്ചർ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. വരാൻ സാധ്യതയുള്ള ഒരു ഫീച്ചറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ ഫോളോ കൊടുത്തു, നമ്മുടെ അക്കൗണ്ട് നമ്മൾ തന്നെ ഫോളോ കൊടുത്തു. ഓൾറെഡി ചാനലിൽ ഈ ബെൽ ബട്ടൺ ഡിസേബിൾ ആയിട്ടൊക്കെ എടുക്കുക, നമുക്കത് എനേബിൾ ആക്കി എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടിയിൽ നമുക്ക് കാണിച്ചു തരും നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ചാനൽ ഇൻഫർമേഷൻ, അൺഫോളോ, ഷെയർ, റിപ്പോർട്ട്. നമ്മൾ ചാനൽ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണാം. നമ്മളത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള എല്ലാ മെത്തേഡുകളും ഇതിൽ കാണാം. ചാനലിൻ്റെ പേര്, നമുക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നറിയാം, ഫോർവേഡ്, ഷെയർ, അതിൻ്റെ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പബ്ലിക് ചാനലാണ്, അതിൻ്റെ മെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രൂപ്പിലുള്ള പോലെ തന്നെ ഇൻവൈറ്റ് ലിങ്ക് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അഡ്മിൻ ആയതുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. ഇനി ചാനൽ വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൂടി അടിയിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ഈ പ്രൊഫൈൽ പിക്ചർ, അതുപോലെ ചാനൽ നെയിം, അതുപോലെ നമ്മുടെ ഡിക്ലറേഷൻ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. ഇത്ര മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ള ഫീച്ചർ.
ഇനി നമ്മൾ ബാക്ക് വന്നു. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഈ ഓപ്ഷൻ എടുക്കാനായിട്ടുള്ള വേറൊരു മെത്തേഡാണ്. നമ്മുടെ ഓൾറെഡി ചാനലിൻ്റെ മേലെ ചാനൽ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല മെത്തേഡ് വഴി നമുക്ക് ചാനൽ ഷെയർ ചെയ്യാനായിട്ടുള്ള ചാനലിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പെട്ടെന്ന് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സെൻഡ് ലിങ്ക് വാട്സപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ഷെയർ സ്റ്റാറ്റസ് ആക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് മറ്റേതെങ്കിലും വെബ്സൈറ്റിലോ മറ്റേതെങ്കിലും ടെക്സ്റ്റിലോ നമുക്ക് ഉൾപ്പെടുത്താനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ നമുക്ക് നമ്മുടെ നിലവിലുള്ള നമ്മുടെ ആപ്പുകൾ വഴി നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഫീച്ചേഴ്സാണ് അതിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. ഇനി ചാനലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.